കേരളത്തിന് ഇന്ന് എന്തിനാണ് ഡിവൈഎഫ്ഐ ഈ പ്രക്ഷോഭം നടത്തുന്നത് എന്ന് പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യമില്ല. ഞങ്ങൾ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി നിങ്ങൾ ഈ ഒരു സൈക്കോപാത്തിനെ, ഒരു പേവേർട്ടിനെ ഇവിടെ ഇങ്ങനെ അഴിഞ്ഞാടാൻ സമ്മതിക്കരുത് എന്ന് വലിയ ആക്ഷേപവും അദ്ദേഹത്തിനെതിരെ തെളിവുകളും ഒക്കെ വന്ന സമയത്തും ഞങ്ങൾ ഈ കേരളത്തോടും കോൺഗ്രസ് നേതൃത്വത്തോടും പറഞ്ഞു, മാതൃകാപരമായ നടപടികൾ നിങ്ങൾ സ്വീകരിക്കണം, MLA സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തണം, നിങ്ങൾ പാലക്കാടേക്ക് അദ്ദേഹത്തെ പറഞ്ഞയക്കരുത് എന്നൊക്കെ ഞങ്ങൾ പറഞ്ഞതാ. കേരളമാകെ പ്രതിഷേധിച്ചതാ. അന്ന് ഇവർ പറഞ്ഞ വാചകമുണ്ട്, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു. കേസ് എവിടെ? ഇടതുപക്ഷമല്ലേ ഭരിക്കുന്നത്, പിണറായി വിജയനല്ലേ ഭരിക്കുന്നത്, കേസ് എവിടെ, നടപടിയെടുക്കൂ എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുക. എന്നാൽ ഈ നിമിഷം വരെ പുറത്തു വന്ന തെളിവുകൾ തന്റേതല്ല എന്ന് പറയാൻ ആ MLA തയ്യാറായിട്ടില്ല. തന്റേതല്ല ഈ പുറത്തു വന്ന ശബ്ദ സന്ദേശം എന്ന് പറഞ്ഞിട്ടില്ല. ആ മെസ്സേജുകൾ എന്റേതല്ല എന്ന് പറയാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. സാധാരണയുള്ള പല സംഭവങ്ങളെയും അല്ലെങ്കിൽ ഇവിടെ ഉണ്ടായ മുൻ സംഭവങ്ങളോടുമൊക്കെ ഇതിനെ അങ്ങ് ചേർത്ത് വെച്ച് ഈ സംഭവത്തെ ചെറുതാക്കാൻ അല്ലെങ്കിൽ ഒന്ന് അതിനെ സമീകരിക്കാനൊക്കെ ഉള്ള ഒരു ശ്രമം കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് നമ്മൾ കണ്ടു. നോക്കൂ നിങ്ങള്, നിന്നെ കൊല്ലാൻ എനിക്ക് എത്ര സമയം വേണമെന്ന് ഒരു MLA, കേരളത്തിലെ ഒരു MLA ഒരു പെൺകുട്ടിയോട് ചോദിക്കുക. കൊല്ലാൻ മടിയില്ല എന്ന് ഉറപ്പിച്ച് പറയാ. നിന്റെ ഗർഭം നീ അങ്ങ് ഇല്ലാതെയാക്കണം, അതിന് ഞാൻ തരുന്ന മരുന്ന് കഴിക്കണം എന്നൊരു പെൺകുട്ടിയോട് പറയാൻ എങ്ങനെയാണ് ഒരു MLAക്ക് ധൈര്യം വരുന്നത്? എനിക്ക് പറ്റില്ല എന്ന് പറയുമ്പോൾ നിർബന്ധിക്കാണ്. പിന്നെ വീഡിയോ കോൾ വിളിച്ച് മരുന്ന് കഴിപ്പിക്കുന്നത് കണ്ട് ആസ്വദിക്കുകയാണ്. ഒരു ഗർഭസ്ഥ ശിശുവിന്റെ മരണം ഉറപ്പുവരുത്തുകയാണ് ഇങ്ങനെ വീഡിയോ കോളിലൂടെ കണ്ട് ഉറപ്പുവരുത്തുക. എങ്ങോട്ടാണ് ഈ നാട് പോകുന്നത്? ഇതെല്ലാം കണ്ടിട്ട് ഇതിനെല്ലാം അംഗീകരിച്ചു കൊടുത്ത് ഇവിടെ നടക്കുന്ന കുറെ ആളുകളുണ്ട്. ഈ കോൺഗ്രസ് നേതൃത്വമാകെ ഇതിന് മറുപടി പറയണ്ടേ? ഇപ്പൊ KC വേണുഗോപാൽ ഉൾപ്പെടെ ഈ പറയുന്ന ഇന്നത്തെ യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിൽ വളർന്നു വന്ന ഒരു വിഭാഗത്തിന്റെയും ഒക്കെ പിടിയിൽ ഭയപ്പെട്ട് ഒതുങ്ങിയിരിക്കുക. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, ഞങ്ങളെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഞങ്ങൾക്കെതിരെ എന്തെങ്കിലും ഒരു ശബ്ദം മുന്നോട്ട് വെച്ചാൽ, ഞങ്ങൾക്കെതിരെ നടപടിയെടുത്താൽ നിങ്ങളെ ഞങ്ങൾ ശരിയാക്കി കളയും, ഞങ്ങൾക്ക് അതിനുള്ള സോഷ്യൽ മീഡിയ സംവിധാനമുണ്ട്. അങ്ങനെയുള്ള ധൈര്യമാണ് ഇവരെ മുന്നോട്ട് നയിച്ചത്. ഇക്കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസിന്റെ ഒരു സംസ്ഥാന സെക്രട്ടറി, ഒരു പെൺകുട്ടി ഫേസ്ബുക്കിലൂടെ പങ്കുവെച്ചല്ലോ, പൊതുസമൂഹത്തോട് പറഞ്ഞല്ലോ, 140 വർഷത്തെ ചരിത്രമുള്ള കോൺഗ്രസ് എന്തിനാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുമ്പിൽ വിറങ്ങലിച്ചു നിൽക്കുന്നത് എന്ന് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ ചോദിക്കുന്ന സാഹചര്യമുണ്ട്. എങ്ങനെയാണ് ഈ കോൺഗ്രസിന്റെ നേതൃത്വത്തിന് ഈ പൊതുസമൂഹത്തെ അഭിസംബോധന ചെയ്യാൻ പറ്റുക? അവർക്ക് പറ്റില്ല. അവർക്ക് പറ്റുമോ? അവര് പറയണ്ടേ? അവര് എല്ലാ പിന്തുണയും കൊടുക്കുക ഈ MLAക്ക്. കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് നിയന്ത്രിക്കുന്നത് ആരാ? നമ്മൾ കണ്ടല്ലോ. ഈ MLA തെരഞ്ഞെടുപ്പ് നിയന്ത്രിക്കുന്നത്. ഒരു നാണവുമില്ല. ഇവര് പറഞ്ഞു അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. സസ്പെൻഡ് ചെയ്താൽ അടങ്ങി ഒതുങ്ങി നിൽക്കണ്ടേ? സസ്പെൻഡ് ചെയ്യപ്പെട്ടതുപോലെ നിൽക്കണ്ടേ? നിന്നിട്ടില്ല. അങ്ങനെ നിൽക്കാതിരിക്കാനുള്ള കാരണം എന്താ? ഇദ്ദേഹത്തിന് കോൺഗ്രസിന്റെ ഉന്നത നേതൃത്വത്തിന്റെ പിന്തുണയുണ്ട്. ആരാണ് ആ പിന്തുണ? ഇവർ പുറത്തു പറയണം. ഇവിടെ ഇപ്പൊ പറഞ്ഞല്ലോ, ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ള ഒരു ടീം ഈ കോൺഗ്രസിനെ ഹൈജാക്ക് ചെയ്തിരിക്കുക. ഈ രാഹുൽ മാങ്കൂട്ടം, ഷാഫി പറമ്പിൽ ടീം കോൺഗ്രസിനെ ഹൈജാക്ക് ചെയ്തെടുത്തോളം കാലം കോൺഗ്രസ് ഒരക്ഷരം മിണ്ടില്ല. ഇനിയിപ്പോ ഗത്യന്തരം ഇല്ല, ഒരടി മുന്നോട്ട് പോകാൻ പറ്റില്ല. കേരളത്തിലെ മുഖ്യമന്ത്രിയെ കാണാൻ ഈ പെൺകുട്ടി പോയി എന്നുള്ളത് നമ്മൾ കണ്ടല്ലോ. പ്രതീക്ഷയോടുകൂടി ഗത്യന്തരമില്ലാതെ മുഖ്യമന്ത്രിയെ കണ്ട് പരാതി കൊടുത്തു എന്നാ നമുക്ക് കിട്ടിയ വിവരം. ഒരു സംശയവുമില്ല, ഇതിൽ വലിയ രീതിയിലുള്ള അന്വേഷണം നടക്കും, കൃത്യമായ നടപടിയിലേക്ക് പോകും. ഈ MLA രാജിവെക്കുന്നത് വരെയുള്ള പ്രക്ഷോഭത്തിന് DYFI നേതൃത്വം കൊടുക്കും. ഈ കോൺഗ്രസിന്റെ ഈ സംസ്കാരത്തെ,
തെറ്റ് ചെയ്തവനെ സംരക്ഷിക്കുന്ന ഈ സംസ്കാരത്തെ ഏതറ്റം വരെയും പ്രതിരോധിക്കാനും ഈ നാടിന് മുമ്പിൽ തുറന്നു കാണിക്കാനും ഞങ്ങൾ തയ്യാറാകും. ഈ തരത്തിൽ ഈ നാടിനാകെ അപമാനമുണ്ടാക്കുന്ന യൂത്ത് കോൺഗ്രസിന്റെ മുൻ നേതാവും ഇപ്പോ കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കുകയും കോൺഗ്രസിന് വേണ്ടി സ്റ്റേറ്റ്മെന്റ് ഇറക്കുകയും ഒക്കെ ചെയ്യുന്ന ഈ രാഹുൽ മാങ്കൂട്ടം MLA രാജിവെക്കണം എന്നാണ് DYFI ഔദ്യോഗികമായി ഔപചാരികമായി ഈ കോൺഗ്രസ് നേതൃത്വത്തോടും ഈ MLA-യോടും പറയുന്നത്. ഒരു മിനിറ്റ് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഞങ്ങളുടെ നേതൃത്വത്തിൽ ഇന്ന് അദ്ദേഹത്തിന്റെ MLA ഓഫീസിലേക്ക് ഉൾപ്പെടെ മാർച്ച് നടത്തിയിട്ടുണ്ട്. ഈ നാട്ടിലാകെ പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്തിട്ടുണ്ട്. മാന്യമായി ഈ MLA-യോട് ഞങ്ങൾ പറയാണ്, കോൺഗ്രസ് നേതൃത്വത്തോട് പറയാ, ഇവർക്ക് പിന്തുണ കൊടുക്കുന്നവരോട് പറയാ, ഈ നാടിനാകെ മാതൃകയാകുന്ന തരത്തിലേക്ക് MLA സ്ഥാനം രാജിവെച്ച് നിയമ സംവിധാനത്തിന് മുമ്പിൽ കീഴടങ്ങാൻ തയ്യാറാകണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. കോൺഗ്രസിൽ അവശേഷിക്കുന്ന ഏതെങ്കിലും ആദർശധീരന്മാരുണ്ടെങ്കിൽ ഈ കോൺഗ്രസിനെ ശുദ്ധീകരിക്കാൻ ഇപ്പോ ഈ സോഷ്യൽ മീഡിയ ടീമിന്റെ പിടിയിലകപ്പെട്ട കോൺഗ്രസിനെ മോചിപ്പിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ നടപടിയിലേക്ക് പോകണം. ശക്തമായ താക്കീത് ഈ വളർന്നു വരുന്ന കോൺഗ്രസിന്റെ ഒരു വല്ലാത്ത സംഘത്തിനെതിരെ നിങ്ങൾ കൊടുക്കണം എന്നുകൂടി സൂചിപ്പിച്ച് ഈ പ്രതിഷേധ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ.